ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് തമാശയൊക്കെ വിട്. ഒരു മണ്ഡലത്തിൻ്റെ MLA ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതിയില്ലാതെ എത്തും പിടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത്? DSC പ്രസിഡന്റായ എന്നെ കാലുവാരി ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ഞാൻ നിലമ്പൂരിൽ വന്നത്. ഞാൻ പ്രതിഷേധ സൂചകമായിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. അപ്പോഴാണ് പാർട്ടി വന്ന് ചോദിക്കണേ, എന്നെപ്പറ്റി എല്ലാ അന്വേഷണവും നടത്തി. എന്നിട്ട് MP രാഘവനെ പാർട്ടി നിർദ്ദേശിച്ചു. പാർട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽക്കും, തിരിച്ചു പോകൂല, എവിടെ ചേരും അതിപ്പോൾ പറയാൻ പറ്റില്ല, ഞങ്ങൾ തിരിച്ചു പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരും. പോകൂല ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിലമ്പൂർ TV-യിൽ വെച്ച് സഖാവ് MP രാഘവൻ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് എന്നെ പിന്തുണച്ചത്. ആ നിമിഷം മുതൽ ഇന്ന് വരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ പോരാടുന്നുണ്ട്. മനുഷ്യത്വം വേണം, അന്തസ് വേണം, ആത്മാഭിമാനം വേണം. ഒരു ഇഞ്ച് വിട്ടുകൊടുത്തോ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. ഉടനെ മെമ്പർഷിപ്പ് എടുത്തു. നിരന്തരമായി പ്രവർത്തിച്ചു. മഞ്ചേരി ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി, മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്, പിന്നെ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പാർട്ടി എത്തിച്ചു. ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടുന്ന് ജയിച്ചത് നമ്മളങ്ങനെ. അതൊക്കെ മനുഷ്യരോട് നിൽക്കണ. ഇവനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ കയറ്റുമോ? DMK വിട്ടു, ലീഗും വിട്ടു, കോൺഗ്രസും വിട്ടു. നമ്മളെ മുന്നണിയിൽ ഇരുത്താൻ കഴിയാത്തത് കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്പീക്കർക്ക് എഴുതി കൊടുത്തു പിന്നെ പ്രതിപക്ഷത്താക്കണം എന്ന് പറഞ്ഞ്. പ്രതിപക്ഷത്ത് അവനെ പറ്റൂല എന്നുള്ളതുകൊണ്ട് അവിടെയില്ല ഇവിടെയില്ല, രണ്ടും കെട്ട നമ്പൂരി നടുവിറ്റത്ത് കടന്ന് ചത്തുക. അവിടെ പോയി ഇരിക്കൂല എന്നാ പറഞ്ഞ പ്രതിപക്ഷത്ത്. ഇവിടുന്ന് ഇരുന്ന് ഞങ്ങൾ ഔട്ടിയോട് പുറത്താക്കും. രണ്ട് സ്ഥലത്തും ഇല്ലാതെ അസംബ്ലിക്ക് ഇന്നലെ പോയിട്ടില്ല. ഇന്നലെ അസംബ്ലിൻ്റെ ഇന്നലെ പോയിട്ടില്ല. പോയാൽ എവിടെ ഇരിക്കുക? നമ്മളെ കൂടി ഇരിക്കാൻ പാടില്ല എന്ന് എഴുതി കൊടുത്തു. സീറ്റ് അപ്പുറത്ത് കൊടുത്ത്. അപ്പുറത്ത് ഇരുന്ന് ഞങ്ങൾ കാണിച്ചു തരാതാണ് കോൺഗ്രസ്സുകാർ. കാരണം ഈ ബെടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റൂല്ലോ. അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു, ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരാളഞ്ഞ് പാർട്ടി വിശ്വസിക്കുമോ? പാർട്ടിക്കൊരു വിശ്വാസം വേണ്ടേ? ഒരാൾ കടന്നു വരുമ്പോൾ സാധാരണ പ്രവർത്തകരുടെ മാതിരിയല്ല. ഒരു മത്സരിക്കാനാണ് വരുന്നത്. ഒരുപാട് ആളുകൾ അന്യ പാർട്ടി സഹായിച്ചിട്ടുണ്ട്. ഇത്ര ഒരു അനുഭവം വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള മനുഷ്യത്വം നിലനിർത്തണം, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. ഞാനൊന്ന് ചവിട്ടി പുറത്താക്കിയാലും ഞാനൊന്നും പാർട്ടിയിൽ നിന്ന് പോകില്ല. അതിൻ്റെ കോലായ്മ കടന്ന് മരിക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ഒരു കൊല്ലം മുമ്പ് വരെയും എന്നെ പാർട്ടി ഓരോ സ്ഥാനം തന്നിട്ടുണ്ട്. ഇനിയും തരാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. ജോലിക്ക് തരുന്ന എന്തുകൊണ്ടാണ്? വിശ്വസ്തനായി പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ്. ഈ 42 കൊല്ലം പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ട് 25 പൈസയുടെ അഴിമതി പറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളെ പറ്റി? ഇതൊരു ചെറിയ സ്ഥാനത്തെത്തിയപ്പോഴത്തിന് കോറി പണയം വെച്ച് 15 ലക്ഷം ഉറുപ്പിക പാണക്കാട്ടിൽ നിന്ന് വാങ്ങിയ കേസ് കോടതിയിലുണ്ട്. എൻ്റെ പേരിൽ നോട്ടീസൊന്നും വരില്ല. എനിക്ക് ഉറപ്പാണ്. എനിക്ക് ആ കേസറിയാം. കേസ് വിധി പറഞ്ഞിട്ടില്ല. ഈ ജാതി കള്ളത്തരം ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യാനാ വന്നു പോയി. ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കും ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞിടത്തോളം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അത് ഈ തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിന് ഒരു അപമാനമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.